ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. അപ്പൊ നമ്മള് നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നമ്മള് കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടു തരം ഡെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഇറെഡീമബിളും റെഡീമബിളും. നമ്മൾ ചെറിയ വീഡിയോസ് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ എന്ത് പറഞ്ഞു, അതിന്റെ ഫോർമുല പഠിച്ചു വെച്ചു എന്ന് തോന്നുന്നു. എന്താ ഫോർമുലയിൽ എന്താ ഫോർമുല ഓർമ്മയുണ്ടോ? I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100 ആണ് ബിഫോർ ടാക്സ്. I ഇൻറ്റു 1 മൈനസ് ടി ആണ് എന്ത് വരിക? ബൈ NP ഇൻറ്റു 100 ചെയ്യണം ആഫ്റ്റർ ടാക്സ് കിട്ടാൻ. നമുക്ക് ഇന്ന് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അപ്പൊ സ്കെയിലും പെൻസിലും ഒക്കെ ഇന്ന് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്കെയിൽ വേണമെന്നില്ല, കാൽക്കുലേറ്റർ, ഒരു ബുക്കും നമുക്കൊരു പേനയും വേണം കേട്ടോ. ഉണ്ടെങ്കിൽ അത് വളരെ നന്നായി. അത്രയും നമുക്ക് വേഗം വേഗം സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, എന്തായാലും ഷുവർ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നാളെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഏതൊക്കെ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ വന്നതെന്നൊന്നും ഇങ്ങനെ കാണിച്ചൊക്കെ തരാം കേട്ടോ. ഇനി അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുകയാണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് കമന്റുകൾ എന്തായാലും ഇടണം. കാരണം എന്റെ തുടക്കമാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ട് തരിക. എന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടെൻഷൻ ഇല്ലാതെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രോബ്ലം തുടങ്ങാം. എ ലിമിറ്റഡ് ഇഷ്യൂസ് ₹1,08,000 debentures at par. The tax rate applicable to the company is 50%. Compute the cost of debt capital. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പലരും പഠിച്ചു കഴിഞ്ഞതായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇനി അപ്പൊ നമ്മൾ എന്തായി, ക്വസ്റ്റ്യനിൽ എന്താ ആദ്യം നോക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഏതാണ്? കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റിന്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഓക്കെ, അപ്പൊ KD ഫോർമുല എഴുതുകയാണ്. പച്ച കളറിൽ ഫോർമുല ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. KD ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ വേണ്ടത്? അത് നോക്കിയില്ലല്ലോ. ആ, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ KD ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുകയാണെ. ഫോർമുല എന്താ നോക്കാം നമുക്ക്. I ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100 എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. ക്ലാസ് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഈ പ്രോബ്ലം നോക്കിയിട്ട്, ഈ വീഡിയോ നോക്കിയിട്ട് പിന്നെ പ്രോബ്ലം ഒരുമിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ധാരാളം ഇതിൽ ചെയ്തിട്ടിട്ടുണ്ട്, അത്യാവശ്യം നന്നായി ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവും. അപ്പൊ ഇപ്പൊ ശ്രദ്ധിച്ചോളൂ ക്ലാസ്. അപ്പൊ I ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. സോ ഇതിൽ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. നോക്കി നോക്കൂ ക്വസ്റ്റ്യനില്. എ ലിമിറ്റഡ് ഇഷ്യൂസ് 1,08,000 ഡിബെഞ്ചറിന്റെ പേര് പറയുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു പലിശ കണക്കുണ്ടാവും. ആ പലിശയാണ് ആ ഒരു 8% എന്ന് പറയുന്നത്. അത് പേരിന്റെ തൊട്ട് മുമ്പായിരിക്കും. കണ്ടോ, ഇവിടെ 8% എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ മധുവിന്റെ ഒരു കാര്യം പറഞ്ഞു അല്ലെ? 10 ലക്ഷം കൊടുക്കുമ്പോ പറഞ്ഞു 10% പലിശ തരാം. 10 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. ഇവിടെ അങ്ങനെയല്ല. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ആള് ഏതോ ഒരാൾക്ക് ഇഷ്യൂ ചെയ്തു. എത്ര? 1 ലക്ഷത്തിന്റെ ഡിബെഞ്ചേഴ്സ്, 8% ഡിബെഞ്ചർ. ഇനി 3 തരത്തിൽ ഇഷ്യൂ ചെയ്യാമെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം അല്ലെ? 100ന്റെ ഷെയർ, 100ന്റെ ഡിബെഞ്ചർ 100ന് ഇഷ്യൂ ചെയ്താൽ പാറ്, 100ന്റെ സാധനം 10% കൂട്ടിക്കൊടുത്താൽ പ്രീമിയം, 100ന്റെ ഡിബെഞ്ചർ 10% കുറച്ചു കൊടുത്താൽ ഡിസ്കൗണ്ട്. അപ്പൊ ഈ പ്രോബ്ലം എത്രയാ? പാറിലാണ്. ആയിക്കോട്ടെ, ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഫോർമുലയിൽ വേണ്ടത് I, ഇൻട്രസ്റ്റ് ആണ് അല്ലെ? 1 ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ ആണ്, 8% പലിശ. അപ്പൊ 1 ലക്ഷത്തിന്റെ 8% കണ്ടു, 8,000 രൂപ. ക്ലിയർ ആയി. ഇനി അടുത്ത വാക്ക് നമുക്ക് വേണ്ടത് ടി. ടി എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. നോക്കി നോക്കൂ, ടാക്സ് റേറ്റ് 50%. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 100 എന്നാണ്, 0.50 എന്നാണ് നമുക്ക് വേണ്ടത് ഫോർമുലയിലേക്ക്. അപ്പൊ അത് എഴുതി 0.50. പിന്നെ നെറ്റ് പ്രൊസീഡ്സ്. ഇവിടെയാണ് കാൽക്കുലേഷനിൽ ഒരു ചെറിയ ഒരു വിഷമം ഉണ്ടെങ്കിലുള്ളൂ. അതൊന്നും ഒരു വിഷമല്ല. അറ്റ് പാർ എന്നാ പറഞ്ഞേക്കണത്. അതായത് 1 ലക്ഷത്തിന്റെ ഡിബെഞ്ചർ 1 ലക്ഷത്തിന് തന്നെയാണ് ഇഷ്യൂ ചെയ്തേക്കണത്. അപ്പൊ എത്ര രൂപയാണ്? 1 lakhന് തന്നെയാണ് ഇഷ്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഫോർമുലയിലേക്ക് ഇടട്ടെ.
8,000 ഇൻറ്റു ഐക്ക് പകരം ആ ഫോർമുലയിൽ ഐക്ക് പകരം 8,000 ഇട്ടു, ബ്രാക്കറ്റ് തുറന്നു, 1 മൈനസ് ടിക്ക് പകരം 0.50 എന്ന് എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിനെ മൊത്തം ഡിവൈഡ് ചെയ്യണം ഏതുകൊണ്ട്? NP 1,00,000 ആണ്, 1,00,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടിയ ഉത്തരത്തിനെ ഇൻറ്റു 100 ചെയ്തപ്പോ 4 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം 4% ആൻസർ ആയി. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 4% ആണ് ആൻസർ. കോസ്റ്റ് ഓഫ് ഇർറെഡീമബിൾ ഡെറ്റിന്റെ ആൻസർ എന്താ? ഈ 4% ഉത്തരം കാര്യം മനസ്സിലായോ? 100 രൂപയുടെ ഒരു ഡിബെഞ്ചർ നമ്മുടെ കമ്പനി 100 രൂപ നമ്മുടെ കമ്പനിയിലേക്ക് ഡിബെഞ്ചർ വഴി വന്നാൽ 4 രൂപ ചെലവുണ്ടെന്നാണ് പറയണത്. ക്ലിയർ ആയോ? നമ്മുടെ കമ്പനിയിലേക്ക് 100 രൂപ ഡിബെഞ്ചർ എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. 100 രൂപയുടെ ഒരു 100 രൂപ നമ്മുടെ കമ്പനിയിലേക്ക് ഡിബെഞ്ചർ മുഖാന്തരം വന്നു കഴിഞ്ഞാൽ 4 രൂപ, 100ന്റെ 4% എന്ന് പറഞ്ഞാൽ 4 രൂപ ചെലവുണ്ട്, കോസ്റ്റ് ഉണ്ട്. ഏറ്റവും ചീപ്പാണ് ഡിബെഞ്ചർ കോസ്റ്റ്. ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. വ്യത്യാസം ഉണ്ടാവും, എന്തെങ്കിലും ഒരു വ്യത്യാസം ഇല്ലാതെ ഞാൻ പ്രോബ്ലം ഇടില്ല. ഇനി അവിടെ പല ടൈപ്പ് ഇടണ്ടേ? നമുക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ എന്താ പ്രോബ്ലത്തില് നമ്മൾ ആദ്യം നോക്കി, ബി ലിമിറ്റഡ് ഇഷ്യൂസ് 1,08,000 ഡിബെഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. പാറായിരുന്നു കഴിഞ്ഞ പ്രോബ്ലം. ഇപ്പൊ പ്രീമിയം, the tax rate is 60%. compute the cost of debt. n ഉണ്ടോ? n ഇല്ല, അപ്പൊ ഇറെഡീമബിൾ ആണ്. ടി ഉണ്ടോ? ഉണ്ട്, ടാക്സ് റേറ്റ് ഉണ്ട്, അപ്പൊ എന്താണ്? ആഫ്റ്റർ ടാക്സ് ആണ് അല്ലെ? ഇപ്പൊ ഒക്കെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റേ ചോദിക്കുള്ളൂ, കാരണം എല്ലായിടത്തും എന്തായി? ടാക്സ് അത്രയും ഇതായി, കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ടാക്സ് ഇല്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ അത് എഴുതണ്ട, I ഡിവൈഡഡ് ബൈ NP into 100 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഒന്നും ചെയ്യണ്ട, ടീയുടെ ആ വാക്കേ എഴുതണ്ട, ആ ബ്രാക്കറ്റിനുള്ള സാധനം എഴുതണ്ട. അപ്പൊ ഓക്കെ, അപ്പൊ ഇതെന്തായാലും ടാക്സ് ഉണ്ട്. ഫോർമുല പറയൂ, I into 1 minus T divided by NP into 100 അല്ലെ? I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, 1 lakhന്റെ 8% ആണ് ഇവിടെ പലിശ. അപ്പൊ 1 lakhന്റെ 8% എടുത്തു, 8,000 രൂപ. ടി കഴിഞ്ഞ ടി 50% ആയിരുന്നു, ഇവിടെ ടി ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്, 60 ആണ്. 60% എന്ന് പറഞ്ഞാൽ 0.60 ആണ്. നെറ്റ് പ്രൊസീഡ്സ് എടുക്കണം. നെറ്റ് പ്രൊസീഡ്സ് കഴിഞ്ഞ പ്രോബ്ലത്തിലെ അറ്റ് പാർ എന്നാണ് അല്ലെ? ഈ പ്രോബ്ലത്തിലോ ദ ഡിബെഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്ന് പറഞ്ഞിരിക്കണോ? അപ്പോ 1,00,000 വേണം, 1,00,000ത്തിന്റെ ആണല്ലോ ഡിബെഞ്ചർ, പ്ലസ് ഒരു 10% പ്രീമിയം. 1,00,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 10,000. അപ്പൊ മൊത്തം എടുക്കുമ്പോ എത്രയാ? 1,10,000. ക്ലിയർ ആയോ? 1,00,000, 1,00,000ന്റെ 10% പ്രീമിയം കൂടി ആവുമ്പോ 1. അപ്പൊ എല്ലാ വേർഡുകളും കിട്ടിയില്ലേ? ഫോർമുലയിൽ ഇട്ടൂടെ? 8,000 ഐക്ക് പകരം 8,000, 1 മൈനസ് ടിക്ക് പകരം 0.60 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 1,10. എല്ലാം കൂടി ചെയ്യാ, ഇൻറ്റു 100 ചെയ്താൽ ഉത്തരം കിട്ടി 2.90%. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 100 രൂപയുടെ ഒരു ഡിബെഞ്ചർ ഇങ്ങോട്ട് വന്നാൽ 2 രൂപ 90 പൈസ കോസ്റ്റ് ഉണ്ട് കമ്പനിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എ ലിമിറ്റഡ് ഇഷ്യൂസ് 1,08,000 ഡിബെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം പാറായിരുന്നു, നെറ്റ് പ്രൊസീഡ്സ്. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോ നെറ്റ് പ്രൊസീഡ്സ് പ്രീമിയം ആയിരുന്നു. മൂന്നാമത്തെ പ്രോബ്ലം ചെയ്തപ്പോ ഡിസ്കൗണ്ട് ആയിരുന്നു 5%. ദ ടാക്സ് റേറ്റ് ഈസ് 60%. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കാണാനാണ് പറഞ്ഞത്. ചെയ്യല്ലേ? ചെയ്യാം. ഒരു പ്രോബ്ലം കൂടിയേ ഉള്ളൂ ഇനി. KD കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ വേണ്ടത്? അതേ, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ഫോർമുല എന്താ? I into 1 minus T divided by NP into 100. ഓക്കെ, I എന്താ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കൂ. 1 lakhന്റെ എത്ര പെർസെന്റേജ്? 8%, 8,000. T എന്താ? 60%. എങ്ങനെ അത് എഴുതും? 0.60. ഇനി നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാ? ഇവിടെ വായിച്ചു നോക്കണം ക്വസ്റ്റ്യനില്. 8% ഡിബെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. 1,00,000 അതിൽ നിന്ന് ഒരു 5% കുറയും ചെയ്യുന്ന പറയണത്. അപ്പൊ ചെയ്യണ്ടേ? ചെയ്യണല്ലോ. 1 lakh 1 lakhന്റെ 5% എന്ന് പറഞ്ഞാൽ 5,000 രൂപ. അപ്പൊ 1 lakh 5,000 രൂപ പോയി കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് എത്രയാ? 95,000. ഓരോന്നിൽ ഇടുകയല്ലേ? I എന്ന് പറഞ്ഞാൽ 8,000,
1 minus 0.60 divided by net proceeds 95,000 into 100 കിട്ടുക, into 100 ചെയ്താൽ ഉത്തരം എന്തായി? 3.36%. കണ്ടോ? അപ്പോ 3 രൂപ 36 പൈസ കോസ്റ്റ് ഉണ്ടെന്നാ പറയണ. ഒരു 100 രൂപയുടെ ഡിബെഞ്ചറോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഡിബെഞ്ചർ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് 3.36% അതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 3 തരത്തിലെ പ്രോബ്ലം പഠിച്ചോ? പാറിൽ വേണമെങ്കിൽ പ്രോബ്ലം തരാം, പ്രീമിയത്തിൽ വേണമെങ്കിൽ പ്രോബ്ലം തരാം, അതേപോലെ തന്നെ ഏതിലും പ്രോബ്ലം തരാം, ഡിസ്കൗണ്ടിലും തരാം. അപ്പൊ ഏത് വേർഡാ മാറുക? NP, നെറ്റ് പ്രൊസീഡ്സ്. പാറിലാണെങ്കിൽ അതേ സംഖ്യ, പ്രീമിയത്തിലാണെങ്കിൽ പ്ലസ് ഇട്ടിട്ട്, ഡിസ്കൗണ്ടിലാണെങ്കിൽ മൈനസ് ചെയ്തിട്ട്. അപ്പൊ ഇനി അതിൽ ഒരൊറ്റ പ്രോബ്ലം കൂടിയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇറെഡീമബിളിലേക്കാണ് നമ്മൾ റെഡീമബിളിലേക്ക് കടക്കും. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ടൈപ്പും കൂടിയേ പഠിക്കാനുള്ളൂ കേട്ടോ. ഇറെഡീമബിളില് ഇനി ഒരു ടൈപ്പും കൂടിയേ പഠിക്കാനുള്ളൂ. പ്രോബ്ലം ബി ലിമിറ്റഡ്. ക്വസ്റ്റ്യൻ വായിക്കാം. ബി ലിമിറ്റഡ് ഇഷ്യൂസ് ₹10 lakh, 1 ലക്ഷമൊക്കെ മാറ്റി ഞാൻ ഒരു 0 കൂട്ടി. 9% ഡിബെഞ്ചേഴ്സ്. അതിന്റെ അർത്ഥം എന്താ? പലിശ 9% ആണ്. അറ്റ് എ പ്രീമിയം ഓഫ് 10%, 10% പ്രീമിയം. തൊട്ട് മുമ്പ് ആദ്യം നമ്മൾ ചെയ്ത് പാറ്, പിന്നെ പ്രീമിയം, പിന്നെ ഡിസ്കൗണ്ട് ആയിരുന്നു. അപ്പൊ പ്രീമിയത്തിലാണ് ഇഷ്യൂ. ദ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ആർ 2%. ഇത് കേട്ടിട്ടില്ല. കഴിഞ്ഞ 3 പ്രോബ്ലം ചെയ്തപ്പോഴും ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസംഷൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഫാക്ടേഴ്സ് പഠിച്ചു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചതിൽ ഒരു വേർഡാണ് ഫ്ലോട്ടേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിബെഞ്ചർ ഇറക്കുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട ചാർജ് ആണ് എന്ത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ്. പൈസ വരും, അങ്ങോട്ട് കൊടുക്കണം നമ്മൾ അവിടെ പൈസ. അപ്പൊ അതൊരു ചെലവാണ്. 2%. ദ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ, അതും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്, 50%. കമ്പ്യൂട്ട് നമ്മൾ ചെയ്യല്ലേ. പിന്നെന്താ ഫോർമുല? എന്താ? KD ആഫ്റ്റർ ടാക്സ് തന്നെ കാണാം. I into 1 minus T divided by NP. I എന്ന് പറയുമ്പോ ഇൻട്രസ്റ്റ് ആണ്. 10 ലക്ഷത്തിന്റെ 9%, 90,000 റുപ്പീസ് വന്നു നമുക്ക്. ഓക്കെ, 10%ന്റെ 9% എടുത്തു. T ടാക്സ് റേറ്റ് ആണ്. അത് എത്രയാ? ക്വസ്റ്റ്യൻ നോക്കി, 50% ആണ്. അപ്പൊ 0.50 ആണ്. നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കാണും എന്നുള്ളതാണല്ലോ ഈ പ്രോബ്ലത്തിലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉള്ള പ്രോബ്ലം അല്ലേ. നോക്കി നോക്കൂ. നെറ്റ് പ്രൊസീഡ്സ് പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെയാ? ആ 10 ലക്ഷം പ്ലസ് പ്രീമിയം. ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 1 lakhന്റെ കൂടെ പ്രീമിയം ആഡ് ചെയ്യാം. എന്നിട്ട് ആ രണ്ടും കൂടി കിട്ടുന്ന സംഖ്യയെന്ന് അതിന്റെ ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണക്കാക്കി അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ 1 lakh ഡിബെഞ്ചറിന്റെ വില, 10,000 രൂപ. 10 lakh ആണ് നെറ്റ് പ്രൊസീഡ്സ്. 10 ലക്ഷത്തിന്റെ ഡിബെഞ്ചറായി മാറിയല്ലോ. 10 lakh ഡിബെഞ്ചറിന്റെ വില, അതേപോലെ തന്നെ 1 lakh അതിന്റെ പ്രീമിയം. 10 ലക്ഷത്തിന്റെ 10% പ്രീമിയം. അപ്പൊ 11 ലക്ഷം ആയില്ലേ. ആ 11 ലക്ഷത്തിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപ്പൊ 11 ലക്ഷം കിട്ടിയത്. 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് 22,000 രൂപ. അപ്പൊ 11 ലക്ഷത്തിന് 22,000 മൈനസ് ചെയ്തപ്പോ നെറ്റ് പ്രൊസീഡ്സ് 10,78. ഫോർമുലയിൽ ഇടുക. I 90,000, 1 minus T, 1 minus 0.50 divided by net proceeds ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ 1,07,800. അത് into 100 ചെയ്തു, 4.17%. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രോബ്ലം ഇറെഡീമബിൾ ഡിബെഞ്ചർ ആവുക. ഓക്കെ, അതിന്റെ ഫോർമുല 1/NP into 100 ആണ്. ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ 1 അല്ല, I/NP ആണ്. I divided by NP into 100 എന്നാണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഓക്കെ, ടാക്സ് ഉണ്ടെങ്കിൽ അതിന്റെ അവിടെ എന്തും കൂടി ഇടും? 1 minus T കൂടി ഇടും. ക്ലിയർ അല്ലേ? നെറ്റ് പ്രൊസീഡ്സ് 3 തരത്തിൽ പ്രോബ്ലം ഉണ്ടാവാം. എങ്ങനെയൊക്കെ ഉണ്ടാവുക? നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം പാറ്, രണ്ടാമത്തെ പ്രോബ്ലം പ്രീമിയം, മൂന്നാമത്തെ പ്രോബ്ലം ഡിസ്കൗണ്ട്, നാലാമത്തെ പ്രോബ്ലം പ്രീമിയം ഫ്ലോട്ടേഷൻ കോസ്റ്റും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എവിടെയാണ് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സ് മൈനസ് ചെയ്യണം. നെറ്റ് പ്രൊസീഡ്സ് കാണുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. അപ്പൊ ക്ലിയർ അല്ലേ?
കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, അടുത്ത വീഡിയോയിലേ ചെയ്യുന്നുള്ളൂ. വേഗം ക്ലാസ് റൂംസിലെ നോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിലെ നോട്ട് എടുത്തോളൂ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതിലെ ഇറെഡീമബിളില് ആദ്യത്തെ ഭാഗത്ത് കാണാം അവരെടുത്ത ഒന്നും പ്രോബ്ലം. ഇനി അതൊന്നുമില്ല എന്നുള്ള ധൈര്യമായിട്ട് ഈ 3 പ്രോബ്ലം ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് കിട്ടും? കൃത്യമായി ആൻസർ കിട്ടുന്നുണ്ടാവും. അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇന്ന് ബൈ ഫ്രം നിഷാസ് ഓൺലൈൻ അക്കാഡമി. ഓക്കെ, നാളെ കാണാം. നമുക്ക് ഏത് ഹെഡിങ്ങുമായിട്ടാണ് നമ്മൾ നാളെ പ്രോബ്ലം ചെയ്യുക? നമ്മൾ നാളെ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡിബെഞ്ചേഴ്സ് ആണ് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്. അപ്പൊ ക്ലിയർ അല്ലേ? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറക്കാതെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും കാര്യമായിട്ടുള്ള എനിക്ക് ഇൻഫർമേഷൻ, എനിക്ക് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടും വേണം. ഓക്കെ, ഞാൻ എന്റേതായാലും ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ഞാൻ ഈ നോട്ട്സ് അത് വെരിഫിക്കേഷന് കൊടുത്തേക്കാണ്. അത് റെഡി ആയി കഴിഞ്ഞാൽ നോട്ട്സ് അതിലേക്ക് ഇടാം. ഓക്കെ, ചാനലിൽ ഇടാം. താങ്ക് യു, ബൈ.